എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്പൊ കൈയും പിടിച്ച് പാട്ടും പാടി ഓടി വരികയാണ് നമ്മുടെ നറൂട്ടോ കുട്ടപ്പനും ചോച്ചിയും. മിഷൻസ് എല്ലാം കഴിഞ്ഞ് ഇപ്പൊ ഹാപ്പി ആയിട്ട് നൂഡിൽസ് കഴിക്കാൻ കടയിലേക്കുള്ള ഓട്ടോ ആണ് നമ്മുടെ രണ്ട് കുട്ടപ്പന്മാരും. അവർ ഒരുപാട് ആഗ്രഹിച്ച് ഇപ്പൊ കടയുടെ മുൻപിൽ എത്തുമ്പോൾ കട അടച്ചിട്ടതായിട്ട് നമ്മുടെ ആൾക്കാർ കാണും. അങ്ങനെ വിഷമത്തില് ഇപ്പൊ നമ്മുടെ ആൾക്കാർ തിരിച്ചു പോകാൻ ശ്രമിക്കുമ്പോഴായിരിക്കും കടയുടെ അകത്ത് നിന്ന് ഇപ്പൊ നല്ല നൂഡിൽസിന്റെ മണം അവർക്ക് പുറത്തേക്ക് കിട്ടുക. അങ്ങനെ നമ്മുടെ ആൾക്കാര് ഇപ്പൊ കഷ്ടപ്പെട്ട് കടയുടെ മേലെ വലിഞ്ഞു കയറി ഓട് തള്ളി മാറ്റാനായിട്ട് ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏകദേശം ഒരു 1-2 മണിക്കൂർ കഴിയുമ്പോൾ ആ ഓട് അത് പെട്ടെന്ന് പൊട്ടും. പട്ടേ ക്ലിക്ക് പ്ലിക്ക്. വാവ്! നമ്മുടെ ആൾക്കാർ ഹാപ്പി ആയിട്ട് താഴേക്ക് നോക്കുമ്പോഴായിരിക്കും കടക്കാരൻ ചേട്ടൻ നൂഡിൽസ് അല്ല, അതിന് പകരമായിട്ട് ഒരു സ്പെഷ്യൽ സൂപ്പായിരിക്കും ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ കടക്കാരന് മനസ്സിലാവും മച്ചിന്റെ മേലെ ആരോ ഉണ്ടെന്ന്. ഒരു കട്ട വലിച്ച് മേലേക്ക് എറിയുമ്പോ നമ്മുടെ രണ്ടാൾക്കാരും ഇപ്പൊ കൺട്രോൾ പോയി താഴെ വീഴും. കുട്ടപ്പൻ നടുവും തല്ലി താഴെ വീഴുമ്പോ അവൻ പറയും, നൂഡിൽസ് വേണം, നൂഡിൽസ് വേണം. ഇതിനാണോ നിങ്ങൾ ഓടിളക്കിയതെന്ന് ഇപ്പൊ കടക്കാരൻ ചോദിച്ചിട്ട് അവർക്ക് രണ്ടുപേർക്കും ഇപ്പൊ കഴിക്കാനായിട്ട് നൂഡിൽസ് കൊടുക്കും. അപ്പൊ കടക്കാരൻ ആള് പുതുതായിട്ടുണ്ടാക്കിയ ആ ഒരു സൂപ്പ് എടുത്ത് ഇപ്പൊ അവർക്ക് മുൻപിൽ വെക്കും. ആദ്യം നിങ്ങൾ ഈ ഒരു സൂപ്പ് കുടിച്ച് അതിന്റെ അഭിപ്രായം പറ, എന്നിട്ട് നൂഡിൽസ് കഴിക്കുകയാണെങ്കിൽ അത് ഭയങ്കര ടേസ്റ്റി ആയിട്ട് തോന്നുന്നു പറയുമ്പോൾ ഇപ്പൊ കുട്ടപ്പനാവട്ടെ ആ ജ്യൂസ് എടുത്ത് ഇപ്പൊ മടക്കുന്ന് അങ്ങനെ മുഴുവൻ തന്നെ കുടിച്ചു തീർക്കും. കൊള്ളില്ല, ഇത് വായി വെക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ് കുട്ടപ്പനാവട്ടെ മുഖം തിരിക്കുന്ന കാണുമ്പോ അത് കേട്ട കടക്കാരൻ ഇപ്പൊ അങ്ങനെ തന്നെ ബോധം കെട്ട് താഴെ പോവും. ഇതെന്താടാ അപ്പനെന്ന് പറഞ്ഞ് നമ്മുടെ ചോച്ചിയും കുട്ടപ്പനും ആവട്ടെ ആളെ തൂക്കിയെടുത്ത് കുട്ടി ഡോക്ടർ ആയിട്ടില്ല ഇപ്പൊ നമ്മുടെ സാക്കുറയുടെ മുൻപിലേക്ക് കൊണ്ടുവരും. അപ്പൊ സാക്കുറ പറയും, ഇയാൾക്ക് കുഴപ്പമൊന്നുമില്ല, ആള് നല്ല ടയേർഡാണ്, ഈ ഒരു മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആൾ ഓക്കെ ആയിക്കൊള്ളൂ എന്ന് പറയും. അത് കേൾക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ രണ്ട് സ്വത്തുമണികൾക്കും ഒരുപാട് സന്തോഷാവും. കാരണം അവർക്ക് ഇനിയും നൂഡിൽസ് കഴിക്കാലോ. അപ്പൊ സാക്കുറ പറയും, ഇവന് ന്യൂട്രീഷന് കുറവുണ്ട്, മാത്രമല്ല ഒരുപാട് ജോലിഭാരം ഉള്ളതുകൊണ്ട് തന്നെ ഇവന്റെ കൈ മുഴുവൻ ചുവന്ന് കിടക്കുകയാണ്, അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് തീർച്ചയായിട്ടും കട അടച്ചിടാൻ പറയണം. അപ്പൊ ചോച്ചി പറയും, അവൻ താഴെ വീഴുന്നതിന് മുൻപായിട്ട് എന്തോ ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്റെ തോന്നൽ ശരിയാണെങ്കിൽ നമ്മുടെ നിഞ്ചകൾക്ക് നല്ല രീതിയിൽ മിഷൻ ചെയ്യണമെങ്കിൽ നല്ല ഫുഡ് ആവശ്യമാണ്. അങ്ങനെ നല്ല ഫുഡുകൾ ഒരുപാട് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകതരം ഷെഫാണ് ഇവനെന്ന് പറയുമ്പോ അപ്പൊ ബോധം കെട്ടവൻ അവരവളെ തട്ടിക്കൊണ്ടുപോയി, എനിക്കവളെ വേണം, അവരവളെ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പിച്ചും പേയും ഇപ്പൊ വിളിച്ചു പറയും. അപ്പൊ ഷെഫ് ഇപ്പൊ പതിയെ ആളുടെ കഥ പറയാൻ തുടങ്ങും. മാസങ്ങൾക്ക് മുൻപ് ഞാനും എന്റെ മകളും ഞങ്ങളുടെ കട വളരെ ഹാപ്പി ആയിട്ട് നടത്തിക്കൊണ്ട് വരികയായിരുന്നു. ഒരുപാട് നൂഡിൽസ് ഒരുപാട് പേർക്ക് ഞങ്ങൾ കൊടുത്തു. അപ്പൊ ആ ഒരു ഇടയ്ക്കാണ് എന്റെ കടയിൽ മുൻപ് വർക്ക് ചെയ്ത ഒരു കരിമൂക്കൻ വീണ്ടും എന്റെ കടയിലേക്ക് വന്ന് നൂഡിൽസ് കഴിക്കാനായിട്ട് ആരംഭിച്ചത്. ആക്ച്വലി ആ ഒരു കരിമൂക്കൻ ഇപ്പൊ നിഞ്ച ഷെഫിൽ പെട്ട ഒരു റയോണിനാണ്. അവൻ എന്നോട് ഫാൻറ്റം റെസിപ്പിയുടെ സീക്രട്ട് ഫോർമുല അതെന്താണെന്ന് ചോദിച്ചു. പക്ഷെ എനിക്ക് അതെന്താണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ അവനാവട്ടെ ഞാൻ മറച്ചു വെക്കുകയാണെന്ന് കരുതി വീണ്ടും എന്നെ ഭീഷണിപ്പെടുത്തി ആ ഒരു റെസിപ്പിയെക്കുറിച്ച് ചോദിച്ചു കൊണ്ടേയിരുന്നു. അതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ അവൻ എൻ്റെ മകളെ തട്ടിക്കൊണ്ടുപോയി ആ ഒരു റെസിപ്പിക്ക് വേണ്ടി എന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. എനിക്ക് എങ്ങനെയെങ്കിലും ആ ഒരു റെസിപ്പി കണ്ടുപിടിച്ച് എൻ്റെ മകളെ തിരികെ പിടിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ കട പൂട്ടിയിട്ട് ഒരുപാട് എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മുടെ ആൾക്കാർ ചോദിക്കും, നിങ്ങൾക്കത് ഒക്കാകേരെടുത്ത് കംപ്ലൈന്റ് ചെയ്തൂടെ? അതിന് ഷെഫ് ടെൻഷനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല, എനിക്കാരെയും വിശ്വാസമില്ല. അവൻ പറഞ്ഞത് ഒന്നുകിൽ അവൻ ആവശ്യപ്പെട്ട ആ ഒരു റെസിപ്പി അല്ലെങ്കിൽ മറ്റേതെങ്കിലും രുചികരമായിട്ടുള്ള ഒരു ഡിഷിന്റെ റെസിപ്പി അതവന് പറഞ്ഞു കൊടുക്കണം. എങ്കിലും മാത്രമേ ഇനി എൻ്റെ മോളെ എനിക്ക് തിരിച്ചു കിട്ടൂ. എനിക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു കുക്കിംഗ് മാച്ചിൽ ജയിച്ചേ തീരൂ. ഷെഫ് ഇരുന്ന് കരയാണ്, എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ മകളെ തിരികെ കിട്ടണം. അപ്പൊ കുട്ടപ്പനാവട്ടെ ഇപ്പൊ ഒരു സെക്കൻഡ് ആ ഒരു ഹോട്ടലില് അവൻ പണ്ട് വളരെ ഹാപ്പി ആയിട്ട് ഫുഡ് കഴിച്ച എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഓർത്തെടുക്കും. മാത്രമല്ല ഈ ഒരു ഷെഫിന്റെ കാണാതായ ആ ഒരു മകളുമായിട്ട് നല്ല കമ്പനിയായിരുന്നു നമ്മുടെ കുട്ടപ്പൻ. അപ്പൊ കുട്ടപ്പൻ പറയും, തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും ചേർന്ന് നിന്നെ സഹായിക്കാം. എത്രയും പെട്ടെന്ന് അടിപൊളി ഒരു നൂഡിൽസ് ഉണ്ടാക്കി നമുക്ക് എങ്ങനെയെങ്കിലും അവളെ തിരികെ പിടിക്കണം. അതിന് ഷെഫ് പറയും, ഇനി ഈ ഒരു ദിവസം മാത്രമേ നമ്മുടെ മുൻപിൽ ബാക്കിയായിട്ടുള്ളൂ. നാളെയാണ് അവര് പറഞ്ഞ ആ ഒരു അവസാന ഡെഡ് ലൈൻ. അപ്പൊ മിനിറ്റ് വെച്ച് നമ്മുടെ സ്വത്തുമണി കുട്ടപ്പനാവട്ടെ ഇപ്പൊ എല്ലാവരെയും കൂട്ടി ആ ഒരു ഷെഫിന്റെ കടയിലെത്തി ഇപ്പൊ നൂഡിൽസ് ഉണ്ടാക്കാനുള്ള തത്രപ്പാടിലാണ്. ഷെഫിന്റെ കുക്കിങ്ങും ആക്ഷനൊക്കെ കണ്ട് ഇപ്പൊ നമ്മുടെ ആൾക്കാരെല്ലാവരും വണ്ടറടിച്ചു നിൽക്കും. ഷെഫ് ആവട്ടെ ഒരുപാട് വിഷമിച്ച് ഒരു സൈഡിലിരുന്ന്
5 വർഷമായിട്ട് എനിക്ക് സാധിക്കാത്ത കാര്യം ഒരു ദിവസം കൊണ്ട് ഇവർക്ക് ചെയ്യാൻ കഴിയോ എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും. അതിന് നറൂട്ടോ കുട്ടപ്പൻ നമ്മൾ ഇത്രയും ശ്രമിക്കുന്നില്ലേ, തീർച്ചയായിട്ടും ഇതിന് റിസൾട്ട് കിട്ടും, പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുമെന്ന് ഇപ്പൊ കുട്ടപ്പനാവട്ടെ ഷെഫിന്റെ അടുത്ത് പറയും. അവര് നെക്സ്റ്റ് ഡേ എല്ലാം റെഡിയാക്കി ആ ഒരു മത്സരത്തിന് വേണ്ടി കറക്റ്റായിട്ട് ആ ഒരു സ്ഥലത്തേക്ക് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പോകുന്ന വഴിക്ക് ആ ഒരു കരിമൂക്കനാവട്ടെ ഇപ്പൊ അവരുടെ അടുത്ത് ആ ഒരു റെസിപ്പി അത് റെഡിയായോന്ന് ചോദിക്കും. അതിന് കുട്ടപ്പൻ ടെൻഷനായിട്ട്, നിർത്തിനടാ നിന്റെ ചോദ്യം, ഞങ്ങൾ ഇവിടേക്ക് എത്തിയതേ ഉള്ളൂ, ഒന്ന് ശ്വാസം വിടാനുള്ള സമയമെങ്കിലും നീ ഞങ്ങൾക്ക് താ. ഉടനെ ദൂരത്ത് നിന്ന് പപ്പാ എന്നൊരു വിളി കേട്ട് നമ്മുടെ ഷെഫാവട്ടെ അവിടേക്ക് നടക്കാൻ ശ്രമിക്കുമ്പോൾ വില്ലനാവട്ടെ ഒരു കത്തി എറിഞ്ഞ് നമ്മുടെ ഷെഫിനെ അവിടേക്ക് പോകാനായിട്ട് അനുവദിക്കില്ല. ആദ്യം ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് റെസിപ്പി ഉണ്ടാക്കി താ, എന്നിട്ട് ഞാൻ നിനക്ക് നിന്റെ മകളെ ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ അങ്ങനെ തന്നെ തിരികെ തരാം. അപ്പൊ കരിമൂക്കൻ അവിടേക്ക് ഒരുപാട് ഷെഫുകളെ വിളിച്ച് ഇവരുണ്ടാക്കുന്ന നൂഡിൽസ് അത് നിങ്ങൾ ടേസ്റ്റ് ചെയ്യണം, അത് നിങ്ങൾ എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നല്ലതാണെങ്കിൽ മാത്രം എൻ്റെ അടുത്ത് പറയണമെന്ന് പറയും. അപ്പോഴേക്കും നമ്മുടെ കുട്ടപ്പന്മാരാവട്ടെ ടേബിളൊക്കെ നിരത്തി വെച്ച് നൂഡിൽസിന് വേണ്ടിയുള്ള മാവ് ഇപ്പൊ കുഴയ്ക്കാൻ തുടങ്ങും. നമ്മുടെ ആൾക്കാരുടെ കുഴയ്ക്കലും ഇടിക്കലും പിടിക്കലും കണ്ട് ഇപ്പൊ വില്ലനും അവന്റെ ശിങ്കടികളും പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഗംഭീരായിട്ട് അവര് കുഴച്ചുകൊണ്ടിരിക്കുമ്പോ അറിയാതെ കുട്ടപ്പന്റെ കൈ തട്ടി ഇപ്പൊ ഒരുപാട് വെള്ളം അവിടേക്ക് മറിയും. സാക്കുറയ്ക്ക് കലി കയറി അവനെ കടിച്ചു തിന്നാൻ വരുമ്പോ ഇവിടെ വില്ലനാവട്ടെ അവൻ വീണ്ടും അവരുടെ കളി കണ്ട് മുക്കി മുക്കി ഇപ്പൊ ചിരിച്ചുകൊണ്ടിരിക്കും. വീണ്ടും അവര് മാവ് വെച്ച് കുഴച്ചുകൊണ്ടിരിക്കുമ്പോ കുട്ടപ്പൻ വീണ്ടും ആ ഒരു മാവ് ഉപയോഗിച്ചുകൊണ്ട് ഒറോച്ചിമാറുവിന്റെ ഒരു രൂപം തന്നെ ഉണ്ടാക്കി ഇപ്പൊ സാക്കുറയ്ക്ക് കാണിച്ചു കൊടുക്കും. അവൾക്ക് വീണ്ടും കലി കയറി അവനെ ഇടിക്കാൻ വരുമ്പോ അവൻ ആ മാവ് ഉപയോഗിച്ച് ഇപ്പൊ കറക്റ്റായിട്ട് ആ ഒരു ഇടി ബ്ലോക്ക് ചെയ്യും. അങ്ങനെ തട്ടിയും മുട്ടിയും ഒരുപാട് മാവ് ഇപ്പൊ അവര് വേസ്റ്റ് ആക്കി കളയും. ഷെഫാവട്ടെ ഇപ്പൊ ബാക്കിയുള്ള മാവ് കാണിച്ചിട്ട് നമുക്കിനി ഇത്രയും മാവ് മാത്രമേ ബാക്കിയുള്ളൂ, ഇതൊട്ടും വേസ്റ്റ് ആക്കാതെ എങ്ങനെയെങ്കിലും നൂഡിൽസ് ഉണ്ടാക്കണം. അപ്പൊ കുട്ടപ്പൻ അവന്റെ കയ്യില് ഇപ്പൊ കറക്റ്റായിട്ട് റെസൻ ഗൺ ടെക്നിക്ക് കൊണ്ടുവരും. ആ റൊട്ടേഷൻ ഉപയോഗിച്ചുകൊണ്ട് മാവ് നല്ല വെണ്ണ പോലെ അവനിപ്പോ കുഴച്ചെടുക്കും. അത് കണ്ട് വില്ലനും വില്ലന്റെ ശിങ്കടികളും എല്ലാവരും വണ്ടറടിച്ച് നോക്കി നിൽക്കും. പക്ഷെ കുട്ടപ്പൻ വീണ്ടും ആ ഒരു മാവ് കുഴച്ച് ഇപ്പൊ ജിറയുടെ ഫേസ് ആക്കുമ്പോ സാക്കുറയ്ക്ക് കലി വന്ന് അവള് ചാടി വന്ന് കുട്ടപ്പനെ ഇടിക്കാൻ നോക്കും. അവൻ ജസ്റ്റ് മിസ്സില് എസ്കേപ്പ് ആവുമ്പോ അവളുടെ പവർഫുൾ ആയിട്ടുള്ള ആ ഒരു ഇടി കറക്റ്റായിട്ട് മാവിന് കിട്ടും. ആ ഒരു ഇടിയില് ഇപ്പൊ മാവ് സ്മൂത്ത് ആവുമ്പോ മാവ് അങ്ങനെ കറക്കെടുത്ത് ഇപ്പൊ ചോച്ചിയുടെ കയ്യിലേക്ക് ഇട്ടുകൊടുക്കും. ചോച്ചി ആവട്ടെ അവന്റെ കൈ വലുതാക്കി ആ കൈ ഉപയോഗിച്ചുകൊണ്ട് മാവ് വീണ്ടും വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കുഴയ്ക്കാനായിട്ട് ആരംഭിക്കും. അത് കണ്ട് നമ്മുടെ കരിമൂക്കനാവട്ടെ 1 മിനിറ്റ് ഷോക്കായി പോവും. കാരണം ആ ഒരു മാവ് അതിപ്പോ പെർഫെക്റ്റ് ആയിട്ട് കുഴഞ്ഞു വന്നിരിക്കുകയാണ്. അതുപയോഗിച്ച് നൂഡിൽസ് ഉണ്ടാക്കിയാല് തീർച്ചയായിട്ടും നല്ല രുചി ഉണ്ടാവും. അപ്പൊ കരിമൂക്കൻ വില്ലൻ അവൻ വീണ്ടും മുൻപോട്ട് വന്നിട്ട് പറയും, നിങ്ങൾ നൂഡിൽസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ചൂട് പോകുന്നതിന് മുൻപ് തന്നെ ഞാൻ ഇവിടേക്ക് വിളിച്ചു വരുത്തിയ 100 ഷെഫുകൾക്കും പ്ലേറ്റിലാക്കി സെർവ് ചെയ്തിരിക്കണം. നിങ്ങൾ വെറും 4 പേരെ കൊണ്ട് ഒരിക്കലും അത് സാധിക്കില്ലെന്ന് പറഞ്ഞ് വില്ലനാവട്ടെ ഇപ്പൊ പൊട്ടിച്ചിരിക്കും. അത് കേട്ട് കുട്ടപ്പൻ ചിരിച്ചിട്ട് അതിനൊരു എളുപ്പ വഴിയുണ്ടെന്നും പറഞ്ഞ് അവന്റെ സകല ക്ലൗൺസിനെയും അവിടേക്ക് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ സർവ്വ ക്ലൗൺസും ഇപ്പൊ കറക്റ്റായിട്ട് ഒരേ സമയത്ത് ആ 100 ഷെഫുകൾക്കും ഇപ്പൊ ഫുഡ് വിളമ്പി കൊടുക്കും. അത് ഓരോ തവണ കഴിക്കുമ്പോഴും ഷെഫുകളുടെ കണ്ണ് തള്ളി തള്ളി വരും. കാരണം അവർ ഇന്നേ വരെ കഴിച്ചതിൽ വെച്ച് ഏറ്റവും മികച്ച ഫുഡാണ് അവർക്കിപ്പൊ കിട്ടിയത്. അവരെല്ലാവരും ഇപ്പൊ സന്തോഷത്തിൽ മതിമറന്ന് നമ്മുടെ ആൾക്കാരുടെ കാൽക്കൽ വീഴും. അപ്പൊ നമ്മുടെ വില്ലൻ ഇപ്പൊ ഒരുപാട് വിഷമത്തില് നമ്മുടെ ആൾക്കാരോട് പറയും, ഞങ്ങൾ മുഴുവൻ പേരും നിഞ്ച ഷെഫുകളാണ്, വർഷങ്ങളായിട്ട് ഞങ്ങളുടെ ഫുഡുകളാണ് നിഞ്ചകള് തുടരെ കഴിച്ചു വന്നത്. പക്ഷേ ഭക്ഷണത്തിന് ടേസ്റ്റ് കൂടാനായിട്ട് കൊഴുപ്പ് അധികമുള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഞങ്ങൾ ഭക്ഷണത്തിൽ കലർത്തി. ആ ഭക്ഷണം കഴിച്ച് കഴിച്ച് ഇപ്പൊ നിഞ്ചകളുടെ വെയിറ്റ് കൂടി അവരെല്ലാ മിഷൻസിലും തോറ്റുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ തുടർന്ന് അതോറിറ്റി ആവട്ടെ ഇനി നിഞ്ച ഷെഫ്സിനെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരെയും പുറത്താക്കി. ഇപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി തിരികെ കിട്ടണമെങ്കിൽ ഒരു നല്ല റെസിപ്പി അവർക്ക് കൊടുക്കണം. നിഞ്ചകളെ എല്ലാം തന്നെ പഴയതുപോലെ ആക്റ്റീവ് ആക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷിന് വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയും നാളും അലഞ്ഞു നടന്നത്. ഞങ്ങൾക്കിപ്പോൾ ആവശ്യം സ്കം റെസിപ്പിയാണ്. അതുണ്ടാക്കാൻ അറിയാവുന്ന ഒരേ ഒരാള് ഈ നിൽക്കുന്ന ഷെഫ് മാത്രമാണ്. അവനോട് അതിന്റെ റെസിപ്പി ഒരുപാട് തവണ ഞാൻ ചോദിച്ചിട്ടും അവൻ തരാൻ തയ്യാറായില്ല. അതിന് ഷെഫ് വീണ്ടും എനിക്കറിയില്ല, ഞാൻ അങ്ങനെയൊന്ന് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞ് 1 സെക്കൻഡ് ആലോചിക്കും. അപ്പൊ പെട്ടെന്ന് ഷെഫ് ഷോക്കായിട്ട് പറയും, നിങ്ങൾ പറയുന്ന ഡിഷ് സ്കം റിമൂവൽ റെസിപ്പി ആണോ ചോദിക്കുമ്പോ അതിന് വില്ലൻ പറയും, അതെ, അതാണ് ഞങ്ങൾക്ക് ആവശ്യം. ഓ,
അത് സിമ്പിളാണ്, ഞാൻ ഒരുപാട് തവണ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഇപ്പൊ ഷെഫ് പറയും. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഡിഷ് അത് വളരെ സിമ്പിളാണ്. അതായത് ഒരു നോർമൽ സൂപ്പ് ഉണ്ടാക്കുക, അതിന്റെ മേലെയുള്ള ആ ഒരു പത അത് മാറ്റിയാല് സ്കം റിമൂവൽ റെസിപ്പിയായി. അത് കേട്ട് ഇപ്പൊ വില്ലനും ടീംസും വണ്ടറടിച്ച് നിൽക്കുമ്പോ നമ്മുടെ ഷെഫിന്റെ മകള് ഇപ്പൊ അവിടേക്ക് വരും. അവളെ കണ്ട് ഇപ്പൊ ഷെഫ് പപ്പ ആവട്ടെ വണ്ടറടിച്ച് ഒരു സെക്കൻഡ് നോക്കി നിൽക്കും. അവളെ കാണാതായ സമയത്ത് മെലിഞ്ഞ് സുന്ദരിയായ പെണ്ണ് ഇപ്പൊ തടിച്ചു കൊടുത്ത് ഒരു കുട്ടി ആനയെ പോലെയായി. അങ്ങനെ രോഗി ഇച്ഛിച്ചതും ഡോക്ടർ പുച്ഛിച്ചതും ഒന്നായി. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താല് ഇപ്പൊ നെക്സ്റ്റ് ഡേ നമ്മുടെ കുട്ടപ്പനും ടീംസും ആവട്ടെ ഷെഫ് അങ്കിളിന്റെ കടയിലെ പുതിയ ഡിഷ് കഴിക്കാനായിട്ട് ഇപ്പൊ ഹാപ്പി ആയിട്ട് കടയുടെ മുൻപിലേക്ക് വരും. അപ്പൊ ഒരുപാട് ആൾക്കാര് ആ കടയിൽ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട് ഇപ്പൊ ക്യൂ നിൽക്കുന്നത് നമ്മുടെ ആൾക്കാർ കാണും. നമ്മുടെ ആൾക്കാരും ക്യൂ ഒക്കെ നിന്ന് ഒത്തിരി സന്തോഷത്തില് കടയ്ക്കകത്തേക്ക് കയറുമ്പോ നമ്മുടെ പെങ്കൊച്ച് വീണ്ടും മെലിഞ്ഞ് നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ടാവും. മാത്രമല്ല അവളുടെ പപ്പയും ഇപ്പൊ മെലിഞ്ഞുണങ്ങി നിൽക്കുന്നത് കാണുമ്പോ കുട്ടപ്പൻ ചോദിക്കും ഇതെന്തു പറ്റിയെന്ന്. പപ്പ എനിക്ക് വേണ്ടി ഒരു സൂപ്പർ ഡയറ്റിംഗ് നൂഡിൽസ് തന്നെ ഇപ്പൊ റെഡിയാക്കി തന്നെന്ന് പറയും. അത് കണ്ട് കുട്ടപ്പൻ ഓ ഫാക്ക് എന്ന് പറയുന്നതോടു കൂടി ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.